അപ്പോൾ നമ്മുടെ ജസ്റ്റ് ശ്രദ്ധയെ ഞാൻ അവരുടെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രദ്ധ പ്ലീസ്. ഹായ് ഓൾ, ഐ എം ശ്രദ്ധ രാജഗോപാൽ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സ് ഓണേഴ്സ് പഠിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഐ എം ഇൻ മൈ ഫൈനൽ ഇയർ റൈറ്റ് നൗ. സോ സാധാരണയായി ഇപ്പോൾ കണ്ടുവരുന്ന എന്താ പറയുക, ഒരു മൈഗ്രേഷന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലുള്ള ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വന്ന് എൻഡഡ് അപ്പ് ഹിയർ. സോ economics honors was not kind of an ultimate destination. ഞാൻ +1 +2 I was in science batch. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോവേ നിയർ ഫോർ എ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. ഒരു പ്ലാനിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി +2 ബോട്ട്സിന്റെ ആ സമയമായപ്പോഴാണ് ഓക്കെ ലെറ്റ്സ് ലുക്ക് ഫോർ സംതിങ് എൽസ് എന്ന് തോന്നിയിട്ട് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലേക്ക് തിരിഞ്ഞത്. Unfortunately, I was that COVID batch where my board exams were cancelled. ഞാൻ CBSE ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ബോർഡ് എക്സാംസ് കോവിഡ് കാരണം ആ വർഷം ക്യാൻസൽ ആക്കി. നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 10th +1 ആൻഡ് +2 നടത്തിയ കുറച്ച് എക്സാംസിന്റെ ബേസിസിലായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ടു നമ്മുടെ സ്കൂളിൽ പണ്ട് പഠിച്ച കുട്ടികളുടെ ഒരു മാർക്കിന്റെ ബേസിസിലും കൂടിയായിരുന്നു നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നത്. അൾട്ടിമേറ്റ്ലി ഐ വാസ് ദ സ്കൂൾ ടോപ്പർ ഓഫ് ദാറ്റ് ഇയർ. പക്ഷേ വേണ്ടത്ര മാർക്ക് പ്രതീക്ഷിച്ച പോലെ എഴുതിയാൽ കിട്ടുന്നത്ര മാർക്ക് ആ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എക്കണോമിക്സ് ഓണേഴ്സ് എന്നുള്ള കോഴ്സിനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ +1 +2 സമയത്ത് എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് പഠിക്കാതിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ബെസ്റ്റ് ടോപ്പ് 4 സബ്ജക്ട്സിൽ നിന്ന് 2.5% ഡിഡക്ട് ചെയ്തിട്ടായിരുന്നു എൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അൾട്ടിമേറ്റ്ലി എന്താ പറയുക, എഴുതി കിട്ടാത്തൊരു പെർസെൻറ്റേജിൽ നിന്ന് തന്നെ ഒരു 2.5% തുടക്കത്തിൽ ഡിഡക്റ്റ് ആയിപ്പോയി. അങ്ങനെയാണ് സാക്രഡ് ഹുസൈൻ കോളേജിൽ വന്ന് ഐ എൻഡഡ് അപ്പ് ഹിയർ. തുടക്കത്തിൽ ഐ വാസ് റിയലി നോട്ട് ഹാപ്പി വിത്ത് ദ കോളേജ്. എന്താ പറയാ, എഴുതി കിട്ടാത്തതിന്റെ ഒരു സങ്കടം തന്നെയായിരുന്നു. എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കോളേജ് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് വളരെയധികം CUET എന്നുള്ളൊരു എൻട്രൻസ് എക്സാം വന്നിരുന്നെങ്കിൽ കുറെ കൂടി നന്നായേനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ തൊട്ടടുത്ത ബാച്ചിനാണ് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഈവൻ ദോ ഇറ്റ് വാസ് എ ഇയർ ഡിഫറൻസ്, ഒരൊറ്റ വർഷത്തെ ഡിഫറൻസ് ആണെങ്കിലും എൻ്റെ ബാച്ചിൻ്റെയും എൻ്റെ കഴിഞ്ഞ ബാച്ചിൻ്റെ കോഴ്സുകൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. നമുക്ക് ഒരു 3 ഇയർ ഓണേഴ്സ് കോഴ്സ് ആണെങ്കിൽ എനിക്ക് താഴെയുള്ള ബാച്ചിന് ഒരു 4 ഇയർ ഓണേഴ്സ് കോഴ്സ് ആണ് വരുന്നത്. 3 ഇയർ കഴിഞ്ഞാൽ അവർക്കൊരു പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റും ലൈക്ക് 1 ഇയർ പ്ലസ് ഒരു റിസർച്ച് പേപ്പർ സംതിങ് കൈൻഡ് ഓഫ് ആയിരുന്നു ഉള്ളത്. ആൻഡ് ഐ തിങ്ക് അവർക്ക് ഒരു സെമസ്റ്ററിൽ 7ഓളം സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം CBCS എന്നുള്ളൊരു ഇത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സബ്ജക്ട്സും മാർക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദിൽ ബി ലൈക്ക് കോർ പേപ്പേഴ്സ്, DSC, GE, SEC എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് തരം പേപ്പേഴ്സ് ഉണ്ടാവും. എൻ്റെ ബാച്ചിനാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് 2 കോർ പേപ്പർ അല്ലെങ്കിൽ 3 കോർ പേപ്പർ ലൈക്ക് സെമസ്റ്റേഴ്സ് കൂടുമ്പോൾ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ തൊട്ട് താഴെയുള്ള ബാച്ചിനാണെങ്കിൽ 3 കോർ പേപ്പേഴ്സ് ആണ് അവർക്ക് തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു സെമസ്റ്റർ എക്സാമിൽ 7ഓളം പേപ്പേഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബാച്ചിന് എഴുതേണ്ടി വരും. ഞങ്ങൾക്ക് 4 പേപ്പർ അല്ലെങ്കിൽ 5 പേപ്പർ ആണ് ഒരു സെമസ്റ്ററിന് എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും CBCS ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സബ്ജക്ട്സിന്റെ വെറൈറ്റി എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് വെരി അട്രാക്റ്റബിൾ. അത്തരം സബ്ജക്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര എന്താ പറയാ, ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഇറ്റ് ഇൻ ഇന്ത്യ. ഞാൻ ഐ ടോൾഡ് യു ബിഫോർ ലൈക്ക് ഞാനൊരു എന്താ പറയാ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. എനിക്ക് എക്കണോമിക്സിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാളായിരുന്നു.
10th മറ്റേ പാലംപൂർ വില്ലേജിൽ അത് നടന്നു ഇത് നടന്നു എന്ന് പഠിച്ചു എന്നല്ലാതെ എനിക്ക് എക്കണോമിക്സിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെ, എന്നാൽ പിന്നെ എക്കണോമിക്സ് ഗ്രാജുവേഷൻ എടുക്കാം, അതിൻ്റെ ഒരു ഭാവി സാധ്യതകളെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ കോഴ്സിലേക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ചും കാര്യങ്ങളും നടത്തിയപ്പോഴാണ്, റിസർച്ചും അതിൻ്റെ കൂടെ തന്നെ പല അധ്യാപകരോട് സംസാരിച്ചിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. എന്തുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ, വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻസ് ഇസ് ദിസ് BA എക്കണോമിക്സ് ഓണേഴ്സിന്റെ സിലബസിന്റെ ഫ്രെയിം വർക്ക് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് തിങ്. അത് കാരണമാണ് ഐ ചോസ് DU ഫോർ ദ ഫസ്റ്റ് റീസൺ. പലപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പ്രോഗ്രാം ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് 150, നമുക്ക് ബൈ ദി എൻഡ് ഓഫ് 6 സെമസ്റ്റേഴ്സ് നമുക്ക് 150 ക്രെഡിറ്റ്സ് കിട്ടും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് ബൈ ദി എൻഡ് ഓഫ് 6 സെമസ്റ്റേഴ്സ് 148 ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത്. 2 ക്രെഡിറ്റിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ കേരള യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള യൂണിവേഴ്സിറ്റിന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ 4 സെമസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 or 5 പേപ്പേഴ്സ് ആണ് ടോട്ടലായിട്ട് അതിൽ വരാറുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ എക്കണോമിക്സിന്റെ പല വിഭാഗങ്ങളായിട്ടുള്ള മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, അതിന്റെ ഇൻട്രൊഡക്ടറി ഭാഗങ്ങൾ വരുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ സാധാരണയായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും നിർബന്ധമായിട്ടുള്ള AECC, അതിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലീഷ്, എൻവയൺമെന്റൽ സയൻസ്, പിന്നെ GE സബ്ജക്ട്സ്. അങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു സിലബസ് ഫ്രെയിം വർക്ക് വരുന്നത്. പക്ഷേ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി 2 ക്രെഡിറ്റ് കൂടുതലുള്ള കേരള യൂണിവേഴ്സിറ്റിന്റെ ഒരു സിലബസ് ഫ്രെയിം വർക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സെമസ്റ്ററിൽ 2-3 പേപ്പർ ഒഴികെ ബാക്കിയുള്ള ഒരു 4-5 പേപ്പേഴ്സ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓഫ് എന്താ പറയാ ലാംഗ്വേജോ അല്ലെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നുള്ളത്. സോ ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിലബസ് ഓഫേർഡ് ബൈ കേരള യൂണിവേഴ്സിറ്റി ആൻഡ് ഡൽഹി യൂണിവേഴ്സിറ്റി. പ്രത്യേകിച്ച് നമ്മളൊരു ഗ്രാജുവേറ്റ് ലെവൽ എത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ച് നന്നായി അറിയണം. ആ കോഴ്സ്, ആ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സിലബസിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടേ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഗോവയിലുള്ളൊരു എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ DUവിലാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നത്. സോ അങ്ങനെയാണ് DUവിൽ എത്തുന്നത്. സോ ദാറ്റ് വാസ് ദി അൾട്ടിമേറ്റ് പോയിന്റ് ഓഫ് അറൈവൽ. പിന്നെ ദ ഫാക്കൽറ്റി, നമ്മുടെ കോളേജിലുള്ള ഫാക്കൽറ്റി ഈസ് വൺ ഓഫ് ദി ലൈക്ക് ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. എന്നെ പഠിപ്പിക്കുന്ന ഒരു മാം, her name is Shirin Akhtar. She is one of those few lecturers who എന്താ പറയുക, റൈറ്റിംഗ്സ് ആർ ബീങ് റീസെന്റ്ലി ആൻഡ് ലൈക്ക് കണ്ടിന്യൂസ്ലി ബീങ് പബ്ലിഷ്ഡ് ഇൻ ഇക്കണോമിക് ടൈംസ്. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സിൽ അവരുടെ ഓൺലൈൻ വേർഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് പബ്ലിക്കേഷൻസ് നടത്തുന്ന ടീച്ചേഴ്സ് ആണ് നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അത്തരം ഒരു അപ്രോച്ച്, ലൈക്ക് അവരുടെയൊക്കെ ഒരു എന്താ പറയാ, ഒരു ടീച്ചിങ് ഇത് കിട്ടാന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ലൈക്ക് എ വെരി ഫ്രഷ് അപ്രോച്ച് ടു ദിസ് സബ്ജക്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്ക ആൾക്കാരും ഈ UPSC ഇന്റർവ്യൂ എടുക്കുന്ന ഒരു വിജേന്ദർ സാറിനെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ സാധാരണ UPSCന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എന്താ പറയാ, അതിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന വിജേന്ദർ സാറിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പുള്ളിക്കാരനൊക്കെ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഇസ് വൺ ഓഫ് ദി ലൈക്ക് നോട്ടബിൾ ഫീച്ചേഴ്സ് ദാറ്റ് വി ഹാവ് ടു സീ. നമ്മളൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ് എത്രത്തോളം ക്വാളിഫൈഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. സോ ഇറ്റ് വാസ് വൺ ഓഫ് ദി few features that attracted me to SACR. SACR ultimately കിട്ടിയൊരു ഓപ്ഷൻ ആണ്. ഐ എം റിയലി നോട്ട് ദാറ്റ് ഹാപ്പി വിത്ത് ദ കോളേജ്. പക്ഷെ എന്നിരുന്നാലും സബ്ജക്ട് വൈസ്, ഫാക്കൽറ്റി വൈസ് ഒക്കെ ഒരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു കോളേജാണ് SACR. SACRനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വെരി ഓൾഡ് കോളേജ്.
ഡൽഹി യൂണിവേഴ്സിറ്റിയേക്കാൾ ഒരു 300 വർഷത്തോളം പഴക്കമുള്ള ഒരു കോളേജാണ് സാക്കർ. 1690s സാക്കർ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി ഹാസ് ഓൺലി റീസെന്റ് സെലിബ്രേറ്റഡ് 100 years, whereas നമ്മുടെ കോളേജസ് ലൈക്ക് വെരി 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 ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൈക്ക് ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് അലുമിനീസ് നമ്മുടെ കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ലൈക്ക് സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ ഫൗണ്ടർ നമ്മുടെ കോളേജിന്റെ അലുമിനി ആയിരുന്നു. അതിനു പുറമെ ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞിരുന്ന ഒരു മിനിസ്റ്റർ ഫ്രം ദിസ് മോദി ഗവൺമെന്റ്, ഹി വാസ് an alumni of a college. പിന്നെ വികാസ് ദിവ്യാങ് ത്രിതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദൃഷ്ടി IAS is one of a very famous institution for UPSC coaching in Delhi. അപ്പോ അതിന്റെ ഒരു കോ ഫൗണ്ടറും നമ്മുടെ കോളേജിന്റെ അലുമിനി ആണ്. അലുമിനി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആർട്ടിസ്റ്റിക് ലെവലിലുള്ള ആൾക്കാരും ഒക്കെ നമ്മുടെ കോളേജിലുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ്. പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ, എക്കണോമിക്സുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ചൂസ് ബെറ്റർ കോളേജസ്, നോട്ട് സാക്കർ. സാക്കറിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോ അറബിക്, പേർഷ്യൻ അത്തരം സബ്ജക്ട്സിൽ ഹോണേഴ്സ് കോഴ്സ് ഉള്ള ഒരേ ഒരു കോളേജാണ് സാക്കർ. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ സൈക്കോളജി, അറബിക് ഡിപ്പാർട്ട്മെന്റ്സ്, പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ പറയുന്നത് ദേ ലൈക്ക് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഒരു അടിപൊളി ഫാക്കൽറ്റിയും അതിനനുസരിച്ച് ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻസും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇറ്റ്സ് ലൈക്ക് ഈ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്. പക്ഷെ എന്നിരുന്നാലും ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ഇക്കണോമിക്സ് ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ മോർ എക്കണോമിക്സുമായിട്ട് കുറെ കൂടി നല്ല കോളേജസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാവും കുറച്ചുകൂടി നന്നാവുക. ഓക്കെ ശ്രദ്ധ, ഇനി അതെ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നത് കൊണ്ട് ഉള്ള മറ്റ് മെറിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഈ അവിടുത്തെ അക്കാഡമിക്സിന് പുറമെ അവിടുത്തെ ആ ഒരു ഡൽഹി ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റ് മെറിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഒരു എക്സ്പോഷർ ഗ്രൂപ്പ്, നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഐ ഹാവ് ഫ്രണ്ട്സ് ഫ്രം ഓൾമോസ്റ്റ് ഓൾ ദി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓഫ് ദിസ് കൺട്രി. അപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്സ് ഓഫ് സ്റ്റഡിങ് ദേ. കാരണം അത്രയും ഡിഫറെന്റ് കൾച്ചേഴ്സിന്റെ എക്സ്പോഷർ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിയാൻ പറ്റുക, വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം എന്തുകൊണ്ടും നമ്മുടെ ഒരു എന്താ പറയാ പ്രാക്ടിക്കൽ ലൈഫിന് ഒരുപാട് ഇറ്റ്സ് ഗുഡ്. സോ അതാണ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റഡിങ് ഹിയർ. നമുക്ക് ഒരുപാട് തരത്തിലുള്ള പല എക്കണോമിക് സ്പിയേഴ്സിലുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളെ പരിചയപ്പെടാൻ പറ്റും. പല ആഗ്രഹങ്ങളുമായിട്ട് എത്തുന്ന ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡ്രീമി ടു ബി ഇൻ ബിറ്റ്വീൻ ഓൾ ഓഫ് ദം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലെക്ചേഴ്സ്, നമുക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ലുക്ക് ആഫ്റ്റർ. കാരണം നമ്മളെ പഠിപ്പിക്കുന്ന പലരും പല സ്റ്റേറ്റ് സ്കൂൾ ബോർഡുകളുടെ, പല സ്റ്റേറ്റ് ബോർഡുകളുടെ സിലബസ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നവരാണ്, അല്ലെങ്കിൽ NCERT പല ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ എഴുതിയിട്ടുള്ളവരാകും. സോ എന്താ പറയാ, അത്തരം ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആ സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം, ഇറ്റ്സ് ലൈക്ക് വെരി മച്ച്. ആൻഡ് പിന്നെന്താ പറയാ, നമുക്ക് ഉണ്ടാകുന്ന ഒരു നെറ്റ്വർക്കിംഗ് എമംഗ് സ്റ്റുഡൻസ് ഫോർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ്സ്. കാരണം കോളേജ് ഫെസ്റ്റ് ആയി കഴിഞ്ഞാലും ഇന്റർ കോളേജ് ഫെസ്റ്റുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് പല കുട്ടികളുമായിട്ട്, പല തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളുള്ള കുട്ടികളുണ്ടാകും, പല രീതിയിലുള്ള കുട്ടികളുമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എക്സ്പോഷർ ഇസ് സംതിങ് ദാറ്റ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അത് ദാറ്റ്സ് വൺ ഓഫ് ദി വെരി അട്രാക്റ്റബിൾ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റഡിയിങ് ഇൻ TU. ഞാൻ പിന്നെ another feature is the college societies. So whenever you are in TU, make sure that you are in a society from the very first semester of your college life. Karanam, whenever you are in a society, I think you're going to grow a family with all those people. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സുമായിട്ട് ആ ബന്ധം വിട്ടുപോയാൽ പോലും നമുക്ക് നമ്മുടെ കോളേജ് സൊസൈറ്റി മെമ്പേഴ്സുമായിട്ടുള്ള ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫാമിലി. ഞാൻ
ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഇനാക്ടസ് എന്നുള്ളൊരു സൊസൈറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റുഡൻസിൽ ഇൻബിൽഡ് ചെയ്യാൻ പറ്റുന്ന, അതിനെ സഹായിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇനാക്ടസ്. ലൈക്ക് ഫ്രം ദ വെരി സ്ക്രാച്ച് ഒരു ഐഡിയയിൽ നിന്ന് നമ്മൾ അതിന് വേണ്ട എന്താ പറയാ, അതിനെ ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോകുന്നു. നമ്മൾ നമ്മുടെ ഐഡിയ പ്രസന്റ് ചെയ്തിട്ട് വി റിസീവ് റിജക്ഷൻസ്, അഡ്മിഷൻസ്, ആൻഡ് നമ്മൾ അതിനു വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. ലൈക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള A to Z എവ്രിതിങ് ഇറ്റ്സ് ബീൻ ഡൺ ബൈ ദ സ്റ്റുഡൻസ്. ആൻഡ് അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ പാർട്ടാകുമ്പോൾ വി ഇവോൾവ് ആർ സെൽസ്. ലൈക്ക് അപ്പാർട്ട് ഫ്രം ദിസ് അക്കാഡമിക് പ്രോഗ്രഷൻ, നമുക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലോട്ട് നമുക്കൊരു അതർ ദാൻ ഫ്രം ദിസ് അക്കാഡമിക് പേഴ്സൺ നമുക്ക് വേറെ ഒന്നിനോട് നമുക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നിപ്പോകും. സോ ലാസ്റ്റ് ഇയർ വി ഡിഡ് എ പ്രൊജക്ട് ഓഫ് ദിസ് ക്യാൻഡിൽസ്. എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു ഐഡിയ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വി somehow did it, and 10,000 was the profit that we received from that. So എന്താ പറയാ, അത്തരം ഒരു പെർസ്യൂട്ടിൽ നമ്മൾ ഇവോൾവ് ആകുമ്പോൾ, ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ 1 year long ജേർണി. അങ്ങനെയൊക്കെ ഒരു പെർസ്യൂട്ടിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ വി ഇവോൾവ് അവർ സെൽഫ്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് എൻ അട്രാക്റ്റീവ് ഫീച്ചർ ദാറ്റ് വി ഗെറ്റ് ഇൻ ഡൽഹി. ആൻഡ് പിന്നീട് പറയാനുള്ള സംഭവങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റേൺഷിപ്സിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ I think Delhi is a very sweet spot in that. Apart from being the national capital of the country, പല എംപിമാരും ഇവിടെ റിസൈഡ് ചെയ്യുന്ന പല എംപിമാരുടെയും ഇന്റേൺഷിപ്സ് എനിക്ക് തോന്നുന്നു ഒരു മാർച്ച്, ഏപ്രിൽ, ആ ഒരു സമ്മർ ടൈം, വിന്റർ ടൈം ആകുമ്പോഴേക്കും എംപിമാരുടെ ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിന് ദേ കെൻ മാക്സിമൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് പല മിനിസ്ട്രികളുടെയും ഇന്റേൺഷിപ്സ് വരാറുണ്ട്. ലൈക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, നീതി ആയോഗിന്റെ ആണെങ്കിൽ എല്ലാ മാസവും ലൈക്ക് ഫ്രം 1 to 10 എല്ലാ മാസവും ഇങ്ങനെ നീതി ആയോഗിന്റെ ഇന്റേൺഷിപ്പ് വരാറുണ്ട്. പിന്നെ നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവർണൻസ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അങ്ങനെ പല മിനിസ്ട്രികളുടെയും ഇന്റേൺഷിപ്പിൽ നമുക്ക് ഇഫ് വി ഹാവ് ടു ടേക്ക് പാർട്ട് ഇൻ ഇറ്റ് വി ഷുഡ് ബി റിസൈഡിങ് ഇൻ ഡൽഹി. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ ആ ഇന്റേൺഷിപ്പുകളിലേക്ക് നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ഹു ആർ ഇൻവോൾവ് ഇൻ സച്ച് ഇന്റേൺഷിപ്സ് വുഡ് ബി ദ സ്റ്റുഡൻസ് ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി. ആൻഡ് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ദർ ആർ അതർ യൂണിവേഴ്സിറ്റീസ് ടു ഹിയർ, ലൈക്ക് ദി അംബേദ്കർ യൂണിവേഴ്സിറ്റി, JNU, ആൻഡ് ലൈക്ക് IIT, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ സം ഓഫ് ദ ടീച്ചേഴ്സ് ടു, ലൈക്ക് പല ലെക്ചേഴ്സും പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് കൊണ്ടുവരാറുണ്ട്. ഫോർ എക്സാമ്പിൾ അഭിജിത് സെൻ റൂറൽ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് JNUവിലുള്ള ഒരു ലെക്ചറാണ് ഈ ഒരു ഇന്റേൺഷിപ്പ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ തന്നെ ഡൽഹിയിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഇത്തരം ഇന്റേൺഷിപ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. സോ ഇത്തരം ഇന്റേൺഷിപ്സ് ആണ് is one of the most like attractive features. Another attractive feature of studying in DU. പിന്നെ Delhi is a very beautiful city to live in. Apart from this pollutions and stuff, എന്താ പറയാ, നമുക്ക് പല സമയത്ത് ഡൽഹിയിൽ നിൽക്കുമ്പോൾ ഭ്രാന്ത് തോന്നാറുണ്ട്. ക്ലൈമറ്റ് മോശമാവാറുണ്ട്. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, വൃത്തിയില്ലാത്ത റോഡുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ വല്ലാത്ത വരൾച്ചയും, വിന്റർ ആണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും. ക്ലൈമറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഡൽഹി ഈസ് ദ വേഴ്സ്റ്റ് പ്ലേസ് ടു ലീവ് ഇൻ, അതിലൊരു തർക്കമല്ല. പക്ഷെ എന്നിരുന്നാലും അപ്പാർട്ട് ഫ്രം ഓൾ ദോസ് നെഗറ്റീവ് ഫാക്ടേഴ്സ്, നമുക്ക് കണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മോണുമെന്റ്സ് ഉള്ള സ്ഥലങ്ങളാണ്, നമുക്ക് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. സോ ഐ ഡോണ്ട് നോ, last semester so Delhi is still in my mind. So there are like quite a number of factors that we can keep while choosing a university. So these are some of the factors that I find very interesting while doing so. Okay, but ശ്രദ്ധയുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ അക്കാഡമിക്സും പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ലൈഫും എക്സ്പോഷർ ഒക്കെ പറഞ്ഞത്, അതിൽ സ്പെസിഫിക് ആയിട്ട് BA എക്കണോമിക്സ് കോഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്നും എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക്
നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധയോട് ചോദിക്കാവുന്നതാണ്. ഇതിൽ നേരത്തെ ഒരു സ്റ്റുഡന്റ് ഒരു ഡൗട്ട് ചോദിച്ചു കണ്ടു. പിന്നെ മാം എങ്ങനെയാ ടൈം മാനേജ് ചെയ്യുന്നത്? മാമിന്റെ സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയാണ്? ശ്രദ്ധ. ഞാൻ എൻ്റെ കോഴ്സ് ആയതുകൊണ്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ ഇക്കണോമിക്സ് ഓണേഴ്സ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് കോഴ്സസ് ഇൻ DU. കാരണം സാധാരണ നമ്മൾ തിയറീസ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഇക്കണോമിക്സ് ഓണേഴ്സിന്റെ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വൈ ഇസ് ഇക്കണോമിക്സ് ഓണേഴ്സ് കോഴ്സ് ഇസ് വെരി ഡിഫറെന്റ് ഇൻ ദിസ് യൂണിവേഴ്സിറ്റി അപ്പാർട്ട് ഫ്രം അതർ യൂണിവേഴ്സിറ്റീസ്? അതിൻ്റെ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. അതാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആക്കുന്നത്. ഇപ്പൊ നമ്മള് വേറെ കുറെ യൂണിവേഴ്സിറ്റീസിന്റെ, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി, ലൈക്ക് ബീഹാർ യൂണിവേഴ്സിറ്റി, ആസാം യൂണിവേഴ്സിറ്റി, അവിടെ ഒക്കെ നോക്കുകയാണെങ്കിലും ദ തിങ് ഇസ് ദാറ്റ് അവര് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് തിയറിയിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു സംഭവമാണ്. ഇഫ് ഇറ്റ്സ് ലൈക്ക് ഇൻ ദ 20th century ഇറ്റ് വുഡ് ബി ഫൈൻ. പക്ഷെ നമ്മളിപ്പോൾ 21st centuryയിലെത്തി. അപ്പോഴാണ് നമ്മൾ ഈ മാത്സിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഒരു വല്ലാത്തൊരു ഇന്റർഫിയറൻസ് ഇക്കണോമിക്സിൽ കാണാൻ തുടങ്ങിയത്. Delhi University and its syllabus is created in such a way that once you complete this course, you're like completely capable of like dealing with the real life economic problems that come across. So, there was this one thing like നമ്മുടെ ഈ ഒരു സിസ്റ്റത്തില് GE എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ജനറിക് എലക്ടീവ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഒരേ സബ്ജക്റ്റ് 3 സെമസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ദിസ് തിങ് ദാറ്റ് ഇപ്പൊ ഞാൻ ഇക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് മാസ്റ്റേഴ്സിൽ സൈക്കോളജി പോകണമെന്ന് ആഗ്രഹം വരാം. ആ സമയത്ത് ആഗ്രഹം മാറിയിട്ട് എനിക്ക് സൈക്കോളജി പോകണമെന്നുണ്ട്. ഞാനിപ്പോ GE ആണ് 3 സെമസ്റ്റേഴ്സോളം GE ഞാൻ സൈക്കോളജി ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ I am eligible for going for psychology in masters even though I didn't do my graduation in psychology. There's such thing that exists in DU. എനിക്ക് തോന്നുന്നു പണ്ട് 4 സെമസ്റ്റേഴ്സ് ഒരേ GE സബ്ജക്ട് ഫോളോ ചെയ്യായിരുന്നെങ്കിൽ we used to get an additional degree. പിന്നെ പല യൂണിവേഴ്സിറ്റികളിലും നമ്മൾ ചെയ്യുന്ന GE കോഴ്സുകൾ എന്താണ് എന്നുള്ളത് നോക്കാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ സ്പെസിഫിക് ആയിട്ട് ലൈക്ക് ഇതാണ് ഈ മാത്സ് GE എടുത്താൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടൂ എന്നുള്ള രീതിയിലുണ്ട്. സോ ദ ക്രെഡിറ്റ് സിസ്റ്റം ഇസ് റിട്ടൺ ഡൗൺ ഇൻ സച്ച് എ വേ ദാറ്റ് എവ്രി വൺ ലൈക്ക് ഏത് സബ്ജക്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ട് അവർക്ക് അത് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ CBCS സിസ്റ്റം ഡൽഹി യൂണിവേഴ്സിറ്റി അതിന്റെ സിലബസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലൈക്ക് എന്താ പറയാ, എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്ട് നോക്കുമ്പോൾ ലൈക്ക് നിയർലി ഹിയറിംഗ് ദിസ് ഐ വുഡ് ഹാവ് ടോൾഡ് യു ലൈക്ക് ഈ 10th നമ്മൾ പഠിച്ച ആ സ്റ്റോറി ഉണ്ടല്ലോ, ഈ പാലംപൂർ വില്ലേജിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം വെച്ചാണ്, അല്ലെങ്കിൽ +1 +2 പഠിച്ച വെറും ബേസിക് ആയിട്ടുള്ള ഒരു മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് സ്ട്രക്ചർ വെച്ച് നോക്കി മാത്രമാണ് ഇക്കണോമിക്സ് ഓണേഴ്സ് എന്നുള്ള ഒരു കോഴ്സിലേക്ക് വരുന്നതെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൾട്ട് ടു ത്രൈവ്. That's one of the factors that you have to look down. കാരണം വളരെ thorough basic knowledge of maths is required for this subject. വളരെ നന്നായി മാത്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ, മാത്സും ഇക്കണോമിക്സും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് ലൈക്ക് എന്നാൽ മാത്രമേ നമുക്കത് ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ പറ്റൂ, അല്ലാതെ നമുക്ക് ഈ കോഴ്സിലേക്ക് നോക്കാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൺ ഓഫ് ദിസ് ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ടു സീ ഹിയർ. ഇനി വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്താ യൂണിവേഴ്സിറ്റിയെ പറ്റിയോ ഡൽഹി ലൈഫോ എന്താണെങ്കിലും ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും ചോദിക്കാവുന്നതാണ്. അല്ല, ഇതില് എക്കണോമിക്സ്, ഇവിടെ ഇക്കണോമിക്സ് ഓണേഴ്സ് പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടോ ഈ മീറ്റില്? അപ്പോ സിലബസിന്റെ സ്ട്രക്ചർ വെച്ചിട്ടായിരുന്നു ഞാൻ DU എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വന്നത്. അപ്പോ എനിക്ക് ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ, പക്ഷെ ഗോവയില് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേ ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അതേ ഒരു എന്താ പറയാ സിലബസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഇസ് ദേർ ഇൻ ഗോവ. അപ്പോ ഗോയിങ് ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് നെയിം. Institute of Medical Training.
JNU, അംബേദ്കർ യൂണിവേഴ്സിറ്റി, DU, പിന്നെ ഇതിപ്പോ യുജിക്ക് വേണ്ടിയുള്ള കുട്ടികളല്ലേ ഇതിലുള്ളത്? അതെ അതെ, എല്ലാവരും യോജിക്ക് വേണ്ടിയുള്ളവരാണ്. പിന്നെ ഐ ഡോണ്ട് റിമെമ്പർ CUT പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഗോവയിലും ദേഴ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോ ഇത്തരം കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് ലൈക്ക് എന്താ പറയാ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കേണ്ടി വരുന്നുണ്ടാവുക. കാരണം എക്കണോമിക്സ് നോക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സീ ദ സിലബസ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയിൽ ആ സിലബസിന്റെ നല്ലൊരു ഭാഗവും നമ്മൾ ലാംഗ്വേജ് പഠിക്കലും അല്ലെങ്കിൽ എന്താ പറയുക അനാവശ്യമായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത കുറെ എന്താ പറയുക ഹ്യൂമാനിറ്റി സബ്ജക്ട്സും കാര്യങ്ങളാണ് പഠിക്കേണ്ടി വരും. നമുക്ക് ഇഫ് യു വാണ്ടഡ് ടു പെർസ്യൂ എ സിംഗിൾ സബ്ജക്ട് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആ സബ്ജക്റ്റിന്റെ ഇന്നർ ഡെപ്സിലേക്ക് പോകുന്ന ആ സബ്ജക്ട്സിന്റെ പല ഇന്നർ ലെവൽസിലുള്ള ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ അതിന്റെ മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്, ലൈക് പബ്ലിക് ഇക്കണോമിക്സ്, ഫിനാൻഷ്യൽ ഇക്കണോമിക്സ്, എൻവയൺമെന്റൽ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മാത്രം ഭാഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സിലബസ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് ഏതാണെന്ന് നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ I think from all the universities, I suggest the best for DU is like the best for economics honors in the it's like the syllabus of DU. I don't have any doubt in that stuff. So DU syllabus is like international quality stuff on DU syllabus. നമ്മള് പലപ്പോഴും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് കോഴ്സുകളുടെ സിലബസ് നമ്മൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വി ആർ ഓൾമോസ്റ്റ് ലേണിംഗ് ദ സെയിം സബ്ജക്ട്സ് ഹിയർ. അതാണ് ഇതില് ഞാൻ പറഞ്ഞില്ലേ ഈ മാത്സ് നല്ലോണം അറിയുന്നവരെ വേണം ഈ എക്കണോമിക്സിലേക്ക് പോകണമെന്ന് പറയുന്ന ഒരു സംഭവം. ഹിയർ ഇറ്റ് കംസ് ടു ഇഫക്ട്. സാധാരണ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ പല യൂണിവേഴ്സിറ്റികളും തിയറികളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ വാട്ട് മീൻസ് DU ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഇസ് ദി എന്താ പറയാ അമിതമായിട്ടുള്ള മാത്സിന്റെ ഒരു ഇന്റർവെൻഷൻ ആണ് ഇറ്റ് മേക്സ് ഇറ്റ് ഡിഫറെന്റ്. സോ ദാറ്റ്സ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ലൈക് വൈൽ യു ലുക്കിംഗ് ഫോർ ദി കോളേജസ്. ഇതില് DUവിന് പുറമെ പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ അവിടെയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആണ്. പിന്നെ ജാമ്യയിലുണ്ട്. ജാമ്യയിലും മാത്സ് കമ്പൽസറി അല്ല, DUവിൽ മാത്രമാണല്ലേ മാത്സ് കമ്പൽസറി? DUല് മാത്സ് കമ്പൽസറി ആണ്. എക്കണോമിക്സ് ഓണേഴ്സ് എന്നുള്ളൊരു സബ്ജക്ട് നമ്മൾ എടുക്കണമെങ്കിൽ മാത്സ് കമ്പൽസറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ 12th മാത്സ് പഠിക്കണം. എൻ്റെ ഒരു കേസിൽ ഞാൻ സയൻസ് എടുത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ 12th എക്കണോമിക്സ് പഠിച്ചിട്ടില്ല. സോ എൻ്റെ ടോപ്പ് 4 സബ്ജക്ട്സിന്റെ മാർക്ക് എടുത്തപ്പോൾ 2.5% ഡിഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ആർ ലൈക്ക് ലേണിംഗ് ദ സബ്ജക്ട് ഇക്കണോമിക്സ് അത്തരം ഒരു ഡിഡക്ഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി. അതല്ല, ഞാൻ മെറിറ്റ് സിസ്റ്റത്തിലൂടെയാണ് ഞാൻ കയറിയത്. സോ CUET ആകുമ്പോൾ എനിക്ക് തോന്നുന്നു CUETന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിലും ഇക്കണോമിക്സ് ഓണേഴ്സ് നിങ്ങൾ എടുക്കണമെങ്കിൽ യു ഹാവ് ടു ബി ലൈക്ക് യു ഷുഡ് ഹാവ് മാത്സ് ഇൻ യുവർ 12th സ്റ്റാൻഡേർഡ്. BA പ്രോഗ്രാം എക്കണോമിക്സ് പ്ലസ് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? അത്തരം പല കോമ്പിനേഷൻസ് നമ്മുടെ കോളേജിലല്ല നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിൽ വളരെ ചുരുങ്ങിയ ഭാഗമാണ് എക്കണോമിക്സ് പഠിക്കുന്നത്. ഞാനിപ്പോ ഈ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു വളരെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഭാഗങ്ങളാണ് പല സമയത്തും നമ്മൾ ഈ കോമ്പിനേഷൻ സബ്ജക്ട്സ് ഇന്റഗ്രേറ്റഡ് ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നത് വളരെ ചുരുങ്ങിയ ഒരു ഭാഗമാണ്. നമ്മൾ ഓണേഴ്സ് കോഴ്സിനെയും സാധാ പ്രോഗ്രാമിനെയും ഇപ്പൊ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് ദിസ് ഇക്കണോമിക്സ് ഓണേഴ്സ്, പിന്നെ BA പ്രോഗ്രാം എക്കണോമിക്സ് ഉണ്ടാവും, പിന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാകും. അപ്പൊ ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ വളരെ കുറവ് ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. 2 സബ്ജക്റ്റുകളാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. സോ യു കെൻ നെവർ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിംഗിൾ സബ്ജക്ട് യു ആർ ലേണിംഗ് ഇൻ ദാറ്റ് ഇന്റഗ്രേഷൻ. പിന്നെ പ്രോഗ്രാമും ഓണേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് സർഫസ് ഏരിയയിലൂടെ ഉള്ള ഒരു ഓട്ടം മാത്രമാണ്. ദ നോട്ട് ഗോയിങ് ഇൻ ടു ദ ഇന്നർ ഡെപ്സ്. കുറച്ചുകൂടി ഉള്ളിലേക്ക് എക്കണോമിക്സിന്റെ കുറെ കൂടി ഇന്നർ ഡെപ്സിലേക്ക് പോകുന്നതാണ് BA എക്കണോമിക്സ് ഓണേഴ്സിന്റെ സിലബസ് വരുന്നത്. സോ എനിക്കൊന്ന് ക്രെഡിറ്റും കൂടുതലാണ്, ഓണേഴ്സ് സിലബസിന്റെ ക്രെഡിറ്റും കൂടുതലാണ്. ലൈക്ക് നമ്മൾ ക്രെഡിറ്റ് സിസ്റ്റം നോക്കണം. നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ
ഓരോ സെമസ്റ്ററിൽ എത്ര ക്രെഡിറ്റ് വരുന്നുണ്ട്, നമുക്ക് അവസാനം വൺസ് യു ഫിനിഷ് ദ കോഴ്സ് എത്ര ക്രെഡിറ്റ് ആണ് നമുക്ക് കിട്ടുന്നുള്ളത്. കാരണം നമുക്ക് പിന്നീടുള്ള നമ്മളിപ്പോൾ പുറത്തു പോകണം, എബ്രോഡ് സ്റ്റഡീസ് ആണ് മനസ്സിൽ ആഗ്രഹമെങ്കിൽ ദോസ് ക്രെഡിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് നോക്കി മനസ്സിലാക്കി വെക്കണം നമ്മൾ. ഓക്കെ, ഇതിലൊരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ could you suggest the college in DU to study economics honors? ഡിയുല് എക്കണോമിക്സ് ഓണേഴ്സിലെ നല്ല കോളേജുകൾ ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വിൽ സേ SRCC. SRCCയിൽ ആകെ 2 കോഴ്സുകളേ ഉള്ളൂ, ഒന്ന് BCom ഓണേഴ്സും ഒന്ന് എക്കണോമിക്സ് ഓണേഴ്സും. സോ SRCC is the first and foremost institute, I think, undergraduate studies for economics honors, but there are quite a good number of colleges in the North Campus. Hindu College, LSR, പിന്നെ ഗാർഗി സൗത്തിലല്ലേ, ഗാർഗി, കിരോരിമൽ, ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. അപ്പോ ARSD, മിറാണ്ടയിൽ നല്ല എക്കണോമിക്സ് കോഴ്സാണ്. അപ്പോ ഇതൊക്കെയാണ്, ദീസ് ആർ ദ ഗുഡ് കോളേജസ്. പിന്നെ ഏത് ക്യാമ്പസ് വേണം എന്ന് ബന്ധപ്പെട്ടിരിക്കും, പലർക്കും ഒരു നോർത്ത് ക്യാമ്പസ് പ്രിഫറൻസ് എപ്പോഴും ഉണ്ടാകും ഡിയുല് വരുമ്പോൾ. സോ നോർത്ത് ക്യാമ്പസ് ആണെങ്കിൽ there are quite a good number of colleges. ഇന്ദ്രപ്രസ്ഥ കോളേജ്, അപ്പോ ഗാർഗി is in south, ഇന്ദ്രപ്രസ്ഥ is there, ഹിന്ദു, LSR, SRCC, സെന്റ് സ്റ്റീഫൻസ്, മിറാണ്ട, അങ്ങനെ ഒരുപാട് കോളേജസ് ഉണ്ട് ലൈക്ക് where you can pursue economics honors. And the fact is that എല്ലാ കോളേജസിലും whether you study or not, like whether you go there or not, the syllabus remains exactly the same, and once you complete it, നമുക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിന്നാണ്. സോ ഓരോ കോളേജിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ്. ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സ് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണോ, അവർ എത്രത്തോളം പഠിപ്പിക്കുന്നതിൽ നല്ലതാണോ, അത്രയും നമ്മൾ ലക്കി ആവും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ ഡിയുവിൽ എല്ലാ കോളേജിലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അപ്പൊ പിന്നെ ഒരു ഡിഫറൻസ് വരുമ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസും, പിന്നെ മെയിൻ ആയിട്ട് അവിടെ കൂടുതൽ എന്താ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലായിട്ട് നോർത്ത് ക്യാമ്പസിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ എക്കണോമിക്സ് ഓണേഴ്സ് ചെയ്യാൻ മാത്സ് കമ്പ്യൂട്ടർ ആണല്ലോ, ഡിയുവിൽ വേറെ എക്കണോമിക്സ് കോഴ്സ് അത് പറഞ്ഞല്ലോ, BA പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഡിയു അല്ലാതെ ജാമ്യയിൽ BA എക്കണോമിക്സ് ഉണ്ട്. പിന്നെ HCയിലും അങ്ങനെയുള്ള HCയിലും എക്കണോമിക്സ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ BA പ്രോഗ്രാം ആൻഡ് ഓണേഴ്സ് ഓഫ് എക്കണോമിക്സ്, അത് ശ്രദ്ധ പറഞ്ഞതല്ലേ. എക്കണോമിക്സ് ഓണേഴ്സ് ആകുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് അല്ലേ? എക്കണോമിക്സ് ഓണേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്പാർട്ട് ഫ്രം ദി തിയറിറ്റിക്കൽ പാർട്ട്, നമ്മൾ അതിന്റെ മാത്തമാറ്റിക്കൽ പാർട്ട് വളരെയധികം നമ്മൾ പഠിക്കുന്നുണ്ട്. സാധാരണ ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ merely we'll be looking at the theoretical part.